മോർണിംഗ്. ഞാൻ എടുക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡാണ്. പേജ് നമ്പർ 235. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പറേഷൻ്റെ ഓരോ സ്റ്റേജുകൾ, അതായത് ഒരു ബിസിനസ് ഓപ്പറേഷന് ഒരുപാട് സ്റ്റേജുകളുണ്ട്. അതിൽ ഓരോ സ്റ്റേജസിനും സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഉണ്ട്. അപ്പോൾ ആ ഒരു സെർട്ടൈൻ ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്ന ആ ഒരു ഡ്യൂറേഷനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു ബിസിനസ് ഓപ്പറേഷൻ ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട് ഫ്ലോ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാഷ് പുറത്തേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുക അവർക്ക്. അപ്പോൾ അതിനെയാണ് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാഷ് ഔട്ട് ഫ്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന സ്റ്റേജാണ് വർക്കിംഗ് പ്രോഗ്രസ്, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, ക്രെഡിറ്റ് സെയിൽസ്, ബുക്ക് ഡെപ്റ്റ്സ്, ബിൽസ് റിസീവബിൾ, അതേപോലെയുള്ള സ്റ്റേജസ്. ഈ സ്റ്റേജസ് ആ സീരീസ് ആയിട്ട് ഒരു ചെയിൻ പോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അവസാനത്തെ സ്റ്റേജാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞത് അവസാനത്തെ സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് ക്യാഷ് ഔട്ട് ഫ്ലോ, അവസാനത്തെ സ്റ്റേജ് ക്യാഷ് ഇൻഫ്ലോ. അതിൻ്റെ ഇടയിൽ സീരീസ് ഓഫ് ചെയിൻസ് ഓഫ് സ്റ്റേജസ് ഉണ്ട്. വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതുപോലെയുള്ള ഒരുപാട് ഓപ്പറേഷൻ ചെയിൻസ് എല്ലാ ഓപ്പറേറ്റിംഗ് സൈക്കിളിലും ഉണ്ടാവും. എല്ലാ ഓപ്പറേറ്റിംഗ് സൈക്കിളും ഇതേപോലെയുള്ള ചെയിൻസ് ഓഫ് സ്റ്റേജസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ 3 സ്റ്റേജസാണ് ഇനി പറയാൻ പോകുന്നത്. ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റേജ് കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് കണ്ടുപിടിക്കുക. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഈ ഡ്യൂറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ആദ്യം എന്താണ് ആവറേജ് സ്റ്റോറേജ് പീരീഡ് ഓഫ് റോ മെറ്റീരിയൽ, പിന്നെ വർക്കിംഗ് പ്രോഗ്രസ്, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, അതേപോലെ തന്നെ ആവറേജ് കളക്ഷൻ പീരീഡ്. ഇതെല്ലാം ടോട്ടൽ ചെയ്യുക, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മറ്റേ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈ ടോട്ടൽ ചെയ്തതിൽ നിന്നും കുറയ്ക്കുക. നമുക്ക് ഫോർമുലയിലൂടെ നമുക്ക് എങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ, O = R+W+F+D-C. O എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. R എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്. W എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രോഗ്രസ് ആവറേജ് പീരീഡ്. F എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്. D എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. C എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. അപ്പോൾ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡഡ് ബൈ 365. ഇൻ ഷോർട്ട്, നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻറ്റു 365. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ എന്താണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടില്ല വെച്ചാൽ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇങ്ങനെ കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ പ്ലസ് കാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. അടുത്തത് രണ്ടാമത്തേതാണ് ആവറേജ് പീരീഡ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, അതായത് ആവറേജ് പീരീഡ് ഓഫ് WIP
ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് ഈക്വൽ ടു ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ബൈ 2. ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് ബൈ ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ബൈ 2. ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ബൈ 365. ഇൻ ഷോർട്ട് ആവറേജ് പീരീഡ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 365. അതായത് ഒന്നും കൂടി പറയാം, ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 365. ഇപ്പോൾ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടില്ല വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജസ് പ്ലസ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് പ്ലസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. മൂന്നാമത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്. അപ്പോൾ അത് ആവറേജ് സ്റ്റോറേജ് പീരീഡ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ബൈ ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈക്വൽ ടു ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ബൈ 2. ഡെയിലി ആവറേജ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ 365. ഇൻ ഷോർട്ട് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഓഫ് ആവറേജ് സ്റ്റോറേജ് പീരീഡ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 365. ഇവിടെ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അടുത്തത് നാലാമത്തെ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്. ആവറേജ് ഡെപ്റ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ബൈ 2. ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കുക? ക്രെഡിറ്റ് സെയിൽസ് ബൈ 365. ഇൻ ഷോർട്ട് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് ഡെപ്റ്റേഴ്സ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. അടുത്തത് അഞ്ചാമത്തെ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ഈക്വൽ ടു ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ്. ഇപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ബൈ 2. ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ബൈ 365. ഇൻ ഷോർട്ട് നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ക്രെഡിറ്റ് പേയ്മെൻറ്റ് പീരീഡ് ഈക്വൽ ടു ആവറേജ് ക്രെഡിറ്റേഴ്സ് ബൈ ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365. അടുത്തതായിട്ട് ബി പാർട്ട് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് പീരീഡ് ഒരു നോർമൽ ഇയറിൽ 365 ഡേയ്സ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ 365 ഡേയ്സ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ആ ഒരു എന്താണ് പറയുക, ആ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ എത്ര ദിവസം ഉണ്ടാവും, പീരീഡ് ഉണ്ടാവും ആ ദിവസം. അങ്ങനെയാണ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് കണ്ടുപിടിക്കുക. അടുത്തത് സി എസ്റ്റിമേറ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ പീരീഡ് നമ്പർ ഓഫ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ്. അതായത് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ടോട്ടലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നമ്പർ ഓഫ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ്. ആ ഒരു പീരീഡ് ഉണ്ടാവില്ലേ, ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ഉണ്ടായ പീരീഡ്, അത് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന പോലെ ഒരു ഇയറിൽ 2,40,000 രൂപ വരെ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് അവർക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വന്നിട്ട് 4 കൊല്ലമാണ്. അപ്പോൾ എന്ത് ചെയ്യും?
അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 2,40,000 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 60,000. 60,000 ആണ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാണിക്കുക. ടോട്ടലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സോ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു.